വയനാട് കൽപ്പറ്റയിൽ സ്കൂൾ ഗ്രൗണ്ടിൽ കാറുമായി വിദ്യാർത്ഥികളുടെ അഭ്യാസ പ്രകടനം. യാത്രയയപ്പ് പരിപാടിക്ക് ശേഷം നടത്തിയ പ്രകടനത്തിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. അപകടം ഉണ്ടായതിനു ശേഷമുള്ള അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിനു മുൻപ് നടന്ന സാഹസികമായി. കമൽ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. കമൽ, ഇത് കോളേജിൽ നിന്നുള്ള ദൃശ്യവുമല്ല, സ്കൂളിൽ നിന്നുള്ള ദൃശ്യമാണ്. യാത്രയയപ്പ് പരിപാടിയാണ് ഇത്തരത്തിൽ അപകടത്തിലേക്കൊക്കെ എത്തിച്ചത്. അധ്യാപകരൊക്കെ പറഞ്ഞതനുസരിക്കാതെയായിരുന്നു ഇതൊക്കെ ചെയ്ത് കാട്ടിയതും എന്നുള്ളതാണ്. എന്താണ് സംഭവിച്ചത്? എന്താണ് വിവരങ്ങൾ? കൽപ്പറ്റ നഗരത്തിനടുത്ത് തന്നെയുള്ള NSS ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു സംഭവം. ഇന്ന് +2 വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫ് പാർട്ടി ആയിരുന്നു. അത് കഴിഞ്ഞാണ് ഇത്തരത്തിൽ സ്കൂൾ മൈതാനത്തിലൂടെ കാറുകൾ അപകടകരമായ വിധം ഓടിച്ചുള്ള അഭ്യാസ പ്രകടനം. ഇത് അധ്യാപകർ പലതവണ എതിർപ്പ് അറിയിച്ചിട്ടും അധ്യാപകരുടെ വാക്ക് ഗൗനിക്കാതെയാണ് ഇത്തരത്തിൽ അഭ്യാസ പ്രകടനം നടന്നത് എന്നാണ് അറിയുന്നത്. എന്താണെങ്കിലും ഈ അഭ്യാസ പ്രകടനത്തിനിടെ 2 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. അതോടെ സ്കൂളിന്റെ ഗേറ്റ് പൂട്ടിയ ശേഷം അധ്യാപകർ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. എന്തായാലും കാറുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തുടർ നടപടികൾ പോലീസ് ഈ കാറുകൾ എന്തായാലും കസ്റ്റഡിയിലെടുത്തു. മാത്രമല്ല ഇത് വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കളെ അടക്കം വിവരം അറിയിച്ചിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. എന്താണെങ്കിലും അധ്യാപകരുടെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. ഈ +2 പഠിക്കുന്ന കുട്ടികൾ എങ്ങനെ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കാറുകൾ കയറ്റി എന്നുള്ളതാണ്. ഇവർക്ക് എവിടെ നിന്ന് ലൈസൻസ് ഇല്ലാത്ത കുട്ടികളാണ്. 16-17 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികളാണല്ലോ ഈ നടത്തിയിട്ടുണ്ടാവുക. കാരണം +2 പഠിക്കുന്നു എന്നുള്ള ആ ഇത് കണക്കിലെടുത്ത് തന്നെയാണെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് സ്കൂളിനകത്തേക്ക് ഒരു വണ്ടി കയറ്റിയത്? ഈ സെന്റ് ഓഫ് ദിവസമാണ് വാഹനങ്ങളുമായി വന്നത്. അപ്പോൾ തന്നെ അധ്യാപകർ എതിർപ്പ് അറിയിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും മോട്ടോർ വാഹന വകുപ്പും ഇത് സംബന്ധിച്ച് അന്വേഷിക്കും. ലൈസൻസ് ഉള്ള ആളുകൾ ഉണ്ടോ എന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ ഹയർ സെക്കൻഡറി +2 കഴിയുമ്പോഴേക്ക് 18 വയസ്സായ കുട്ടികൾ അതിനകത്ത് ഉണ്ടാകാം. പക്ഷേ ഈ വാഹനം ഓടിച്ചത് ലൈസൻസ് ഉണ്ടായിരുന്നവർ തന്നെയാണോ എന്നുള്ള കാര്യമൊക്കെ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പിന് കൂടി വിവരങ്ങൾ കൈമാറും. അതിനുശേഷമായിരിക്കും മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടികൾ ഉണ്ടാവുക. ശരി, എന്തായാലും MVD ഇതിൽ നടപടിയെടുക്കും. എന്ത് നടപടിയെടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. കുട്ടികളാണ്, ഇത് രക്ഷിതാക്കളുടെയൊക്കെ വാഹനമായിരിക്കാം. അവർക്കെതിരെയായിരിക്കും നടപടി ഉണ്ടാകാനുള്ള സാധ്യത. എന്തായാലും കൽപ്പറ്റ NSS ഹയർ സെക്കൻഡറി സ്കൂളിലാണ് +2കാരുടെ സെന്റ് ഓഫ് ആയിരുന്നു. സെന്റ് ഓഫ് ആഘോഷിക്കാവാണ് ഈ അതിരുവിട്ടത്. അതിനിടയിൽ വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയും ചെയ്തു. അപകടം സംഭവിക്കുകയും ഉണ്ടായി.